കർണാടകയിലെ സ്വാശ്രയ സ്വകാര്യ നഴ്സിംഗ് കോളേജുകളിൽ ഇനി മലയാളികൾക്ക് കേരളക്കാർക്ക് അഡ്മിഷൻ കിട്ടില്ല. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ അന്തം വിടും. എന്ത് മണ്ടത്തിനായി പറയണമെന്ന് ആലോചിക്കും അല്ലേ? നഴ്സിംഗ് പ്രവേശനത്തിന് ഇനി പ്രവേശന പരീക്ഷ നിർബന്ധമാണ്. മുമ്പും പ്രവേശന പരീക്ഷകൾ നഴ്സിംഗ് പ്രവേശനത്തിന് കർണാടകയിൽ നടന്നിട്ടുണ്ട്. പക്ഷേ ആ വർഷങ്ങളിലെല്ലാം അത് കമ്പൽസറി ആയിരുന്നില്ല. പക്ഷെ ഈ വർഷം മുതൽ ഇനി പ്രവേശനം നഴ്സിംഗിന് കിട്ടണമെങ്കിൽ നോൺ കർണാടക സ്റ്റേറ്റ് കാൻഡിഡേറ്റ്സിന്, അത് മലയാളികൾക്ക് മാത്രമല്ല എല്ലാവർക്കും ബാധകമാണ്, നോൺ കർണാടക സ്റ്റേറ്റ് കാൻഡിഡേറ്റ്സിന് നിർബന്ധമായിട്ടും CET എക്സാം എഴുതണം. ഏപ്രിൽ 16-17 ദിവസങ്ങളിലാണ് CET നടക്കുന്നത്. മാത്രമല്ല അതിന്റെ ആപ്ലിക്കേഷൻ വിളിച്ചിട്ടുണ്ട്. ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ഫെബ്രുവരി 18 കർണാടകയിൽ നഴ്സിംഗ് പ്രവേശനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും ഈ ഒരു പ്രോസസ്സിൽ പങ്കെടുക്കണം, ആ പരീക്ഷ എഴുതണം. ഇനി ഇതിന്റെ കുറെ ബെനിഫിറ്റുകൾ പറയാം. നഴ്സിംഗ് ഇപ്പോൾ ഒരു ട്രെൻഡായി മാറി ആളുകൾ അതിലേക്ക് വല്ലാതെ തള്ളിക്കയറുന്നുണ്ട് എന്നതുകൊണ്ട് തന്നെ കോളേജുകൾ വളരെ ക്രമാതീതമായി ഫീസ് അങ്ങ് കൂട്ടി. കേരളത്തിലും സെൽഫ് ഫിനാൻസ് കോളേജുകളിൽ ഫീസ് വളരെ കൂടുതലാണ്. പക്ഷേ ഈ കർണാടക എൻട്രൻസ് അതോറിറ്റിയുടെ പുതിയ നിയമവും പുതിയ ഒരു പ്രൊവിഷനും കൊണ്ട് കേരളത്തിലുള്ള കുട്ടികൾക്ക് ഈ വലിയ മാർക്കൊന്നും ഇല്ലെങ്കിലും ഈ CET എഴുതി പാസ്സായി കഴിഞ്ഞാൽ അവിടെ നമ്മൾ ക്വാളിഫൈഡ് ആയി കഴിഞ്ഞാൽ അവിടെ മെറിറ്റിൽ പ്രവേശനം കിട്ടും. അതും ഈ CET കണ്ടക്ട് ചെയ്യുന്നത് കർണാടക എൻട്രൻസ് അതോറിറ്റിയാണ്. അതിന്റെ ഒരു കൗൺസിലിംഗ് പ്രോസസ്സും കർണാടക എൻട്രൻസ് അതോറിറ്റിയാണ് ചെയ്യുന്നത്. ഈ അലോട്ട്മെന്റ് പ്രോസസ്സിലൂടെ നമ്മൾക്ക് ഈ കർണാടകയിലുള്ള സീറ്റുകൾ വിവിധ കോളേജുകളിൽ ഓർഡർ ഓഫ് പ്രിഫറൻസ് അനുസരിച്ച് കോളേജുകളുടെ ഒരു സ്റ്റാൻഡേർഡിനനുസരിച്ച് നമുക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്ത് കൊടുത്ത് നമുക്ക് മെറിറ്റിൽ കിട്ടും. ഈ മെറിറ്റ് കിട്ടിയാലുള്ള മെച്ചം എന്താ? സത്യത്തില് 20% ടോട്ടൽ ഇപ്പോൾ സെൽഫ് ഫിനാൻസ് കോളേജിൽ ഒരു 100 സീറ്റ് ഉണ്ടെങ്കിൽ 20% സീറ്റ് അത് കർണാടക ഡൊമിസൈൽ കർണാടകക്കാർക്ക് മാത്രമായിട്ട് നിജപ്പെടുത്തി വെച്ചിരിക്കുന്നതാണ്. ബാക്കി 80% സീറ്റിൽ കർണാടകക്കാർക്കും എഴുതാം, അവർക്കും കൊടുക്കാം, നോൺ കർണാടക കാൻഡിഡേറ്റ്സിനും കൊടുക്കാം. തമ്മിലുള്ള വ്യത്യാസം എന്താ? ഈ 20% കർണാടകക്കാർക്കുള്ള സീറ്റിന്റെ ഫീസ് 1 ലക്ഷം രൂപയാണ് വർഷം എങ്കിൽ ഈ നോൺ കർണാടക കാൻഡിഡേറ്റ്സിനുള്ളത് 1,40,000 രൂപയാണ് ഒരു വർഷം ഫീ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, 15-20 ലക്ഷം കൊടുത്ത് നഴ്സിംഗ് പഠിക്കുന്നതിന് പകരം നിങ്ങൾക്ക് മെറിറ്റിൽ ഒരു വർഷം വെറും 1,40,000 രൂപ ഫീസ് കൊടുത്ത് നഴ്സിംഗ് പഠിക്കാം എന്നുള്ള വിവരം പലപ്പോഴും പലരും നിങ്ങൾക്ക് പറഞ്ഞു തരില്ല. മാത്രമല്ല ഒരു കൺസൾട്ടൻസി വഴിയൊക്കെ അഡ്മിഷൻ പ്രോസസ്സ് ചെയ്യാമെന്ന അതേ നടക്കൂ എന്നൊരു ധ്വനി ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ പലപ്പോഴും അതിലേക്ക് പോകുന്നത് കാണാൻ പറ്റും. അതുകൊണ്ട് തീർച്ചയായിട്ടും മെറിറ്റിൽ നല്ല സീറ്റ് കിട്ടാൻ, നല്ല ഫീസ് വളരെ കുറഞ്ഞ് പഠിക്കാൻ ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്താം. ഞാൻ നേരത്തെ പറഞ്ഞു 20% സീറ്റ് കർണാടക ഡൊമിസൈലിനും 80% സീറ്റ് നോൺ കർണാടക കാൻഡിഡേറ്റ്സിനുള്ളതാണ്. ഇനി അഥവാ നമ്മൾ ഈ കർണാടക കാൻഡിഡേറ്റ്സിൽ 20% സീറ്റ് ഫില്ല് ചെയ്തില്ലെങ്കിൽ ആ സീറ്റ് പിന്നീട് ഈ നോൺ കർണാടക കാൻഡിഡേറ്റ്സിനായിട്ട് മാറ്റും. അതുപോലെ NRIയും അതുപോലെ തന്നെ ഓവർസീസ് ഇന്ത്യൻ അവർക്കുള്ള സീറ്റൊക്കെ റിസർവ് ചെയ്ത് വെച്ചതിൽ ആൾ വന്നില്ലെങ്കിൽ അത് നോൺ കർണാടക കാൻഡിഡേറ്റ് സീറ്റിലേക്ക് മാറ്റും. ഒരുപാട് സീറ്റുകൾ കർണാടകയിലുണ്ട്. ഇനി ഇത് ശ്രദ്ധിക്കേണ്ടത് രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസിന്റെ കീഴിലുള്ള അഫിലിയേറ്റഡ് കോളേജുകളിൽ മാത്രമാണ് ഇത് ബാധകം. ഈ ഡീംഡ് യൂണിവേഴ്സിറ്റികൾക്ക് ഇത് ബാധകമില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഏനപ്പോയ മെഡിക്കൽ കോളേജിലെ സീറ്റ് അല്ലെങ്കിൽ ഏനപ്പോയ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സീറ്റ് അവർ തന്നെയാണ് ഫില്ല് ചെയ്യുന്നത്, അത് KEA വഴിയല്ല. അപ്പൊ അഫിലിയേറ്റഡ് കോളേജുകൾ മാത്രമാണ് ഈ ഒരു പ്രോസസ്സിൽ പങ്കെടുക്കുന്നത്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരിക്കും ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നുണ്ടാവുക. 16-ാം തീയതി രാവിലെ 10:30 മുതൽ 11:50 വരെയുള്ള 1 മണിക്കൂർ 20 മിനിറ്റ് 60 ക്വസ്റ്റ്യനുള്ള ഫിസിക്സും, ഉച്ചയ്ക്ക് ശേഷം വരുന്നത് ഇതേപോലെ 60 മിനിറ്റ് 60 ക്വസ്റ്റ്യനുള്ള ഒരു കെമിസ്ട്രി ക്വസ്റ്റ്യനും, പിന്നെ 17-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം ബയോളജിയാണ് വരുന്നത്. അതും 60 മാർക്കിനാണ്, 60 ക്വസ്റ്റ്യനാണ് ഉണ്ടാവുക. ദെൻ 1 മണിക്കൂർ 20 മിനിറ്റ് എന്ന് വെച്ചാൽ ഒരു ക്വസ്റ്റ്യൻ 2 മിനിറ്റ് വെച്ച് നമുക്ക് തന്നിട്ടുണ്ട്. ഈ ടെസ്റ്റ് എഴുതി ക്വാളിഫൈഡ് ആയി കഴിഞ്ഞാൽ പിന്നീട് കർണാടക എൻട്രൻസ് അതോറിറ്റി നടത്തുന്ന അലോട്ട്മെന്റ് പ്രോസസ്സിൽ നമ്മൾക്ക് പങ്കെടുത്ത് നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ആ കോളേജുകളുടെ സീറ്റൊക്കെ എടുത്ത് നല്ല കോളേജുകൾ, അത് ഓർഡർ ഓഫ് പ്രിഫറൻസ് കൊടുക്കേണ്ട ഒരു ടൈം ആകുമ്പോൾ നിർബന്ധമായിട്ട് നിങ്ങൾ കരിയർ ഗുരുവിൽ നമ്മളത് ഓർഡർ ഓഫ് പ്രിഫറൻസ് വെച്ച് ചെയ്തു തരും. ആ പ്രോസസ്സിൽ പങ്കെടുക്കുക. എന്നിട്ട്
വളരെ ഫീസ് കുറഞ്ഞ് നഴ്സിംഗ് പുറത്തു പോയി പഠിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കും. ഇപ്പൊ കേരളത്തിൽ നഴ്സിംഗ് കിട്ടണമെങ്കിൽ ഈ പ്രാവശ്യം മിക്കവാറും എൻട്രൻസ് ആവാൻ വഴിയുണ്ട്, സാധ്യതയുണ്ട്. കാരണം നിർബന്ധമാക്കിയിട്ടുണ്ട്. ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ അത് നിഷ്കർഷിച്ചിട്ടുണ്ട്. അങ്ങനെ നടന്നില്ലെങ്കിൽ മെറിറ്റ് വഴിയാണെങ്കിൽ വലിയ മാർക്കുള്ള ആളുകൾക്ക് നഴ്സിംഗ് കിട്ടുള്ളൂ. അതേസമയത്ത് വലിയ മാർക്കൊന്നുമില്ല എങ്കിൽ നീറ്റൊക്കെ പ്രിപ്പയർ ചെയ്ത കുട്ടികളാണെങ്കിൽ പുറത്തുപോയി ഈ അവസരം ഉപയോഗപ്പെടുത്തുക. ഇനി ഇവിടെ തന്നെയും നല്ല റാങ്ക് ഒക്കെ ഉള്ളവർക്കേ കിട്ടുള്ളൂ എങ്കിൽ പുറത്ത് വേണമെങ്കിൽ അത് പ്രതീക്ഷയില്ലാത്ത അല്ലെങ്കിൽ നന്നായി മെനക്കെടാത്ത കുട്ടികൾക്ക് പുറത്തുപോയി ഈ CET, കർണാടകയുടെ CET എഴുതി ദെൻ കർണാടക എൻട്രൻസ് അതോറിറ്റി വഴി അലോട്ട്മെന്റ് പ്രോസസ്സിൽ പങ്കെടുക്കാം. കൃത്യമായി ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കുക. അതിന്റെ പൂർണ്ണമായ നിബന്ധനകൾ, എങ്ങനെയാണ് ഫോം ഫില്ല് ചെയ്യേണ്ടത്, എന്തൊക്കെ ഡോക്യുമെന്റ് വേണം, ഇത്തരം കാര്യങ്ങൾ വളരെ വിശദമായിട്ട് അവരുടെ പ്രോസ്പെക്ടസിലുണ്ട്. ഈ പ്രോസ്പെക്ടസിന്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോന്റെ കമന്റിൽ താഴെ കൊടുത്തിട്ടുണ്ട്. അത് ശ്രദ്ധിക്കുക. കൃത്യമായി ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുക. നല്ല കോളേജിൽ അഡ്മിഷൻ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബൈ ബൈ. Career Guru, molding your future.